Hi all, a warm good morning to all. In this session, we are going to talk about the degrees of comparison. എന്താണ് degrees of comparison? What is degrees of comparison? Adjectives have three different forms to show degrees of comparison. It is used when we compare one person or thing with the other. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പാരിസന്റെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ അളവുകോലിനെ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയും. ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുന്നതിനെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുന്നതിനെ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. There are three kinds of comparison. First one is positive degree, second one is comparative degree and third one is superlative degree. Degrees of comparisonനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് പോസിറ്റീവ് ഡിഗ്രി, രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി, മൂന്ന് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇനി എന്താണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് നോക്കാം. വാട്ട് ഈസ് പോസിറ്റീവ് ഡിഗ്രി? When we speak about only one person or thing, we use the positive degree. അതായത് ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ അതിനെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയും. അതായത് നമുക്ക് മറ്റൊരു കമ്പാരിസൺ ഇല്ല. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയോടോ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ടോ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, he is a tall student. ഇവിടെ ഒരു കുട്ടിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി വളരെ ടോൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ ആ കുട്ടിയെ മറ്റൊരു കുട്ടിയോടോ മറ്റൊരു പേഴ്സണായിട്ടോ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. ആ കുട്ടിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്തിൻ്റെ ഉദാഹരണമാണ്? അത് പോസിറ്റീവ് ഡിഗ്രിയുടെ ഉദാഹരണമാണ്. സെക്കൻഡ് വൺ ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി. വാട്ട് ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി? വെൻ വി കമ്പയർ two persons or thing with the adjective changing its form, it is called comparative degree. Example, taller, bigger, fatter, thinner, etc. Comparative degree എന്നാൽ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുന്നതിനെയാണ് കമ്പയർ ചെയ്യുന്നതിനെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡിഗ്രിക്ക് ഒരു ഉദാഹരണം പറഞ്ഞത് ഹി ഈസ് എ ടോൾ സ്റ്റുഡൻറ് എന്നാണ്. ഇവിടെ നമ്മൾ ആ കുട്ടിയെ മറ്റൊരു വ്യക്തിയുമായി കമ്പയർ ചെയ്തില്ല. അതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞത്. ഇനി എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി? ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുന്നതിനെ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, രാജു ഈസ് ടോളർ ദാൻ ഹരി. ഇവിടെ രാജുവിനെ നമ്മൾ ഹരിയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. രാജു ഹരിയെക്കാളും ടോളറാണ്. ഇവിടെ എങ്ങനെയാണ് പോസിറ്റീവ് ഡിഗ്രിയെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റിയത്? ടോളിൻ്റെ കൂടെ ER കൂടി ചേർത്തപ്പോൾ എന്തായി? ടോൾ ടോളറായി. അങ്ങനെയാണ് പോസിറ്റീവ് ഡിഗ്രിയെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുന്നത്. പോസിറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു വാക്കിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റണമെങ്കിൽ ER കൂടി ചേർക്കണം, ആഡ് ചെയ്യണം. അപ്പോൾ എന്താവും? പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറും. ഇവിടെ രാജു ഈസ് ടോളർ ദാൻ ഹരി. അതായത് രാജു ഹരിയെക്കാളും ടോളറാണ്. രാജുവിനെ നമ്മൾ ഹരിയോട് കമ്പയർ ചെയ്യുകയാണ് ചെയ്തത്. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഒരു വേർഡാണ് ദാൻ. ദാൻ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിനെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു വേർഡാണ്, ഒരു ക്ലൂ ആണ് ദാൻ എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസ് ദാൻ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ എന്നീ വാക്കുകളിലൂടെ നമ്മൾ ഒരിക്കലും ദാൻ ഉപയോഗിക്കില്ല. പകരം ടു ആണ് ചേർക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് ജൂനിയർ ടു ഹരി, അല്ലെങ്കിൽ രാജു ഈസ് ജൂനിയർ ടു ഹരി എന്ന് മാത്രമേ പറയുള്ളൂ. രാജു ഈസ് ജൂനിയർ ദാൻ ഹരി എന്ന് പറയില്ല. സുപ്പീരിയർ, ഇൻഫീരിയർ, ജൂനിയർ, സീനിയർ ഈ വാക്കുകളിലൂടെ ദാൻ ഒരിക്കലും ഉപയോഗിക്കില്ല. പകരം ടു മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ ഒരു റൂൾ എന്ന് പറയുന്നത്.
Next, we are going to talk about superlative degree. What is superlative degree? When we compare three or more things and the adjective is in superlative form, it is called superlative degree. Example, tallest, biggest, fastest, thinnest, etc. നേരത്തെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി പറഞ്ഞത് ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ മറ്റൊരു വ്യക്തിയോ വസ്തുവുമായി കമ്പയർ ചെയ്യുന്നതിനെയാണ്, താരതമ്യം ചെയ്യുന്നതിനെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞു. ഇനി എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി? ഒരു വ്യക്തിയെ ഒന്നിൽ കൂടുതൽ ആളുകൾ, 2, 3, 4, 5 എത്ര പേരും ആവാം, ഒന്നിൽ കൂടുതൽ ആളുകളുമായി അല്ലെങ്കിൽ 2ൽ കൂടുതൽ ആളുകളുമായി കമ്പയർ ചെയ്യുന്നതിനെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, രാജു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഇവിടെ നമ്മൾ രാജുവിനെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതിൽ നിന്ന് രാജു ആണ് ക്ലാസ്സിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബോയ്. എങ്ങനെയാണ് ഒരു സെന്റൻസിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കി മാറ്റുന്നത്? തന്നിരിക്കുന്ന അഡ്ജക്റ്റീവിൻ്റെ കൂടെയോ ആഡ്വർബിൻ്റെ കൂടെയോ est ചേർക്കുമ്പോൾ ആ സെന്റൻസിനെ നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കി മാറ്റാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, രാജു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? രാജു ഈസ് ടോളർ ദാൻ ഹരി, അല്ലെ? ഇവിടെ ടോളിന്റെ കൂടെ ചേർത്തപ്പോൾ കമ്പാരിറ്റീവ് ആയി. അതുപോലെ ടോളിന്റെ കൂടെ est ചേർക്കുമ്പോൾ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയായി മാറുന്നു. തന്നിരിക്കുന്ന സെന്റൻസ് ഏതുമാകട്ടെ അതിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റണമെങ്കിൽ അഡ്ജക്റ്റീവിന്റെ കൂടെയോ ആഡ്വർബിന്റെ കൂടെയോ നമ്മൾ എന്ത് കൂടി ചേർക്കണം? est കൂടി ചേർക്കണം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തന്നിരിക്കുന്ന സെന്റൻസിൽ അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് സെന്റൻസിൽ എപ്പോഴും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദ എന്ന പദപ്രയോഗം അതിലുണ്ടെങ്കിൽ അതൊരു സൂചകമാണ്. തന്നിരിക്കുന്ന സെന്റൻസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് എന്നതിൻ്റെ സൂചകമാണ് ദ. തന്നിരിക്കുന്ന സെന്റൻസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് എന്നതിൻ്റെ സൂചകം ദാൻ ആണ് എന്നതുപോലെ തന്നിരിക്കുന്ന സെന്റൻസിൽ ദ ഉണ്ടെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. പോസിറ്റീവ് ഡിഗ്രിയിൽ ടോൾ ആണെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ ടോളർ ആകുന്നു, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആകുമ്പോൾ ടോളസ്റ്റ് ആകുന്നു. ഇതാണ് 3 ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇനി ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. ദ പോസിറ്റീവ് ഫോം ഓഫ് കമ്പാരിസൺ മേക്സ് നോ കമ്പാരിസൺ. പോസിറ്റീവ് ഫോം ഓഫ് കമ്പാരിസണിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്പാരിസണും ഉണ്ടാവില്ല. എക്സാമ്പിൾ, അറ്റ്ലസ് ഫിറ്റ്നസ് സെന്റർ ഇസ് എ ഗുഡ് ഫെസിലിറ്റി. അറ്റ്ലസ് ഫിറ്റ്നസ് സെന്ററിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു ഗുഡ് ഫെസിലിറ്റി ആണെന്ന് പറയുന്നു. ഇനി അത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് വരുമ്പോൾ ദ കമ്പാരിറ്റീവ് ഫോം കമ്പയർസ് 2 persons, പ്ലേസസ് ഓർ തിങ്സ്. കമ്പാരിറ്റീവ് ആകുമ്പോൾ അത് ഒരു പേഴ്സണും ഒരു പ്ലേസോ ഒരു തിങ്ങിനോ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഷംറോക്ക് ഫിറ്റ്നസ് സെന്റർ ഈസ് ബെറ്റർ ദാൻ അറ്റ്ലസ്. ഇവിടെ നമ്മൾ അറ്റ്ലസിനേക്കാളും ബെറ്റർ ആണ് ഷംറോക്ക് ഫിറ്റ്നസ് സെന്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സൂപ്പർലേറ്റീവിൽ വരുമ്പോൾ ദ സൂപ്പർലേറ്റീവ് ഫോം കമ്പയർസ് 3 or more persons, പ്ലേസസ് ഓർ തിങ്. എക്സാമ്പിൾ, ഹെൽത്ത് ബ്രിഡ്ജ് ഫിറ്റ്നസ് സെന്റർ ഇസ് ദ ബെസ്റ്റ് ഇൻ ദ ഏരിയ. സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുമ്പോൾ ഒന്നിലധികം ആളുകളോ വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഹെൽത്ത് ബ്രിഡ്ജ് ഫിറ്റ്നസ് സെന്റർ ഇസ് ദ ബെസ്റ്റ് ഇൻ ദ ഏരിയ. ആ ഏരിയയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫിറ്റ്നസ് സെന്റർ എന്ന് പറയുന്നത് ഹെൽത്ത് ബ്രിഡ്ജ് ഫിറ്റ്നസ് സെന്റർ ആണ്. അപ്പോൾ അറ്റ്ലസിനേക്കാളും ഷംറോക്ക് ഫിറ്റ്നസ് സെന്ററിനേക്കാളും ഹെൽത്ത് ബ്രിഡ്ജ് ഫിറ്റ്നസ് സെന്റർ ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ആഡ്വർബിനെയോ അഡ്ജക്റ്റീവിനെയോ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റണമെങ്കിൽ ചേർക്കണം, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റണമെങ്കിൽ est ചേർക്കണം. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പവർഫുൾ. ഇതിനെ ഈ പവർഫുൾ എന്ന് പറഞ്ഞ വാക്കിനെ ചേർത്തുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ സാധിക്കില്ല. est ചേർത്തുകൊണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ടും മാറ്റാൻ സാധിക്കില്ല. പവർഫുള്ളർ, പവർഫുള്ളറസ്റ്റ് എന്ന ഒരു വേർഡ് ഇംഗ്ലീഷിലില്ല. അപ്പോൾ ഇതുപോലെയുള്ള വേർഡിനെ നമ്മൾ എങ്ങനെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റും? മോർ പവർഫുൾ എന്നുപയോഗിച്ചുകൊണ്ട് കമ്പാരിറ്റീവിലോട്ടും മോസ്റ്റ് പവർഫുൾ എന്നുപയോഗിച്ചുകൊണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റും. ഇനി എന്താണ് ഇതിൻ്റെ റൂൾ, ഇതിൻ്റെ ബേസിസ് എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിലബിൾ ആണ് ഇതിൻ്റെ ബേസിസ്. എന്താണ് സിലബിൾ?
ഈച്ച് പഫ് ഓഫ് എയർ പുഷ്ഡ് ഔട്ട് ഓഫ് ദ ലങ്സ് പ്രൊഡ്യൂസസ് എ സിലബിൾ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ആണുള്ളത്. എന്നാൽ ഒരു വേർഡിന്റെ സിലബിൾ കൗണ്ട് ചെയ്യുന്നത് ഒരിക്കലും ലെറ്റേഴ്സിന്റെ നമ്പർ വെച്ചിട്ടല്ല, പകരം നമ്മൾ എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം വെച്ചിട്ടാണ് ഒരു വേർഡിന്റെ സിലബിൾ കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പവർഫുൾ എന്ന വേർഡിന് POWERFUL 8 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. 8 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. എന്നാൽ ഇതിന്റെ സിലബിൾ എത്രയാണുള്ളത്? 3. പവർഫുൾ 3 സിലബിൾസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് 8 ലെറ്റേഴ്സ് ഉണ്ടെങ്കിലും സിലബിൾ കൗണ്ട് ചെയ്യുമ്പോൾ പവർഫുൾ എന്ന വേർഡിന് എത്ര സിലബിൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 3 സിലബിൾസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം കൗണ്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിലബിളിന്റെ എണ്ണം നോക്കുന്നത്. ഒരു അഡ്ജക്റ്റീവിനോ ഒരു ആഡ്വർബിനോ ഒരു സിലബിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ERഉം ESTയും ചേർത്തുകൊണ്ട് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ബിഗ്, ടോൾ, ഹൈ. ഇതൊക്കെ ഇപ്പോൾ ബിഗ്, ബിഗർ, ബിഗസ്റ്റ്, ടോൾ, ടോളർ, ടോളസ്റ്റ്, ഹൈ, ഹയർ, ഹയസ്റ്റ്. എന്തുകൊണ്ടാണ് ERഉം ESTയും ചേർത്തുകൊണ്ട് നമുക്ക് അതിനെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ആക്കാൻ സാധിക്കുന്നത്? കാരണം അതെല്ലാം ഒരു സിലബിൾ വേർഡാണ്. പക്ഷേ പവർഫുൾ, സ്കിൽഫുള്ളി, ഡെലിക്കേറ്റ്, ക്രിയേറ്റീവ്ലി ഇതുപോലെയുള്ള വേർഡ്സിനെ ഒരിക്കലും നമുക്ക് ER, EST ചേർത്തുകൊണ്ട് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ സാധിക്കില്ല. കാരണം ഈ വേർഡ്സിലെല്ലാം തന്നെ ഒന്നിലധികം സിലബിൾസ് ഉണ്ട്. അപ്പോൾ ഒന്നിലധികം സിലബിൾസ് ഉണ്ടെങ്കിൽ മോർ ഉപയോഗിച്ചുകൊണ്ട് കമ്പാരിറ്റീവിലോട്ടും മോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ടും മാറ്റും. ഒരു ഡിഗ്രി സെന്റൻസിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റണമെങ്കിൽ ERO, മോറോ ഉപയോഗിക്കും. അതുപോലെ ഒരു ഡിഗ്രി സെന്റൻസിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റണമെങ്കിൽ ESTയോ മോസ്റ്റോ ഉപയോഗിക്കും. ഇതാണ് ഇതിൻ്റെ ജനറൽ റൂൾ. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് അടുത്ത 2 സ്ലൈഡിലും കൊടുത്തിരിക്കുന്നത്. ER, EST എക്സാമ്പിൾസും മോർ, മോസ്റ്റ് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ റെഗുലർ കമ്പാരിസനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇറഗുലർ കമ്പാരിസനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇറഗുലർ കമ്പാരിസൺ? ഗുഡ് എന്ന വേർഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഗുഡർ അല്ല. അതുപോലെ മോർ ഗുഡ് എന്നും പറയാറില്ല. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഗുഡസ്റ്റ് എന്നോ മോസ്റ്റ് ഗുഡ് എന്നോ പറയാറില്ല. പകരം ഗുഡ് എന്ന വേർഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ബെറ്ററും സൂപ്പർലേറ്റീവ് ഡിഗ്രി ബെസ്റ്റുമാണ്. അതുപോലെ ബാഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി വേഴ്സ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി വേഴ്സ്റ്റ്. അപ്പ് കമ്പാരിറ്റീവ് ഡിഗ്രി അപ്പ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി അപ്പർ മോസ്റ്റ് അല്ലെങ്കിൽ അപ്പ് മോസ്റ്റ്. ഫാ കമ്പാരിറ്റീവ് ഡിഗ്രി ഫാദർ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫാദസ്റ്റ്. മച്ച് കമ്പാരിറ്റീവ് ഡിഗ്രി more, superlative degree most. So these are the examples for irregular comparisons. നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സസൈസും അതിൻ്റെ ആൻസേഴ്സുമാണ് അടുത്ത സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് ചെയ്തു നോക്കാൻ ശ്രമിക്കാം. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. Number 1, in positive degree generally use so plus positive degree plus as for negative sentence and as plus positive degree plus as for positive sentence. അതായത് പോസിറ്റീവ് ഡിഗ്രിയിൽ സാധാരണ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് തരുന്നതെങ്കിൽ അതിൽ സോ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി പ്ലസ് ആസും, പോസിറ്റീവ് സെൻറ്റൻസ് ആണ് തരുന്നതെങ്കിൽ ആസ് പ്ലസ് പോസിറ്റീവ് ഡിഗ്രി പ്ലസ് ആസുമാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹരി ഈസ് നോട്ട് സോ സ്മാർട്ട് ആസ് രവി. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? നോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നോട്ട് സോ സ്മാർട്ട് ആസ് രവി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹരി രവിയുടെ അത്ര സ്മാർട്ട് അല്ല. എന്നാൽ അടുത്ത സെൻറ്റൻസ് നോക്കൂ, ടൈഗർ ഈസ് ആസ് സ്ട്രോങ് ആസ് ലയൺ. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് ആസ് സ്ട്രോങ് ആസ് ലയൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് റൂൾ, always use than after comparative degree and the comes before superlative degree. Comparative ഡിഗ്രിയിൽ than ശേഷവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ the മുൻപുമാണ് ചേർക്കുന്നത്. എക്സാമ്പിൾ, സീത ഈസ് ബെറ്റർ ദാൻ പ്രിയ. ഇവിടെ സീത പ്രിയേക്കാളും ബെറ്റർ ആണ്. ഇവിടെ ബെറ്ററിന് ശേഷമാണ് ദാൻ ചേർത്തിരിക്കുന്നത്. എന്നാൽ
സീത ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ്. ഇവിടെ ദ ബെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെസ്റ്റിന് മുമ്പേ ആണ് ദ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർലേറ്റീവിൽ എപ്പോഴും ദ ചേർക്കുന്നത് മുമ്പായിരിക്കും, കമ്പാരിറ്റീവിൽ ദാൻ ചേർക്കുന്നത് ശേഷമായിരിക്കും. തേർഡ് റൂൾ, if there is a comparison between two people or thing, in that case interchange is possible only in positive and comparative degree. അതായത് രണ്ട് വ്യക്തികളെയോ വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിലോ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിഗ്രിയിലോ ആസ് ഉപയോഗിച്ചോ സോ ആസ് ഉപയോഗിച്ചോ നമുക്ക് പോസിറ്റീവ് ഡിഗ്രിയിലോ അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോ നമുക്ക് അവരെ കമ്പയർ ചെയ്യാം. പക്ഷേ ഒരിക്കലും നമുക്ക് രണ്ട് വ്യക്തികളെയോ രണ്ട് വസ്തുക്കളെയോ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് തേർഡ് റൂൾ. ഇനി നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നോക്കാം. അതായത് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അത് സൂപ്പർലേറ്റീവ് കമ്പാരിറ്റീവിലോട്ടോ, തന്നിരിക്കുന്ന സെന്റൻസ് കമ്പാരിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് സൂപ്പർലേറ്റീവിലോട്ടോ, തന്നിരിക്കുന്ന സെന്റൻസ് സൂപ്പർലേറ്റീവ് ആണെങ്കിൽ അത് കമ്പാരിറ്റീവ് പോസിറ്റീവിലോട്ടോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ, ഇന്റർചേഞ്ച് ചെയ്യാൻ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എക്സസൈസ്, ആകാശ് ഇസ് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ്. ഇതെന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി സെന്റൻസ് ആണ് അല്ലേ? ദ ബ്രൈറ്റസ്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി സെന്റൻസ് ആണെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഈ സെന്റൻസിനെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാം. ആകാശ് ഇസ് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ് എന്ന് വെച്ചാൽ ആ ക്ലാസ്സിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ആകാശാണ്. അപ്പോൾ ദ ബ്രൈറ്റസ്റ്റിന്റെ കമ്പാരിറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. ദ ബ്രൈറ്റസ്റ്റിന്റെ കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ ബ്രൈറ്റർ. ആകാശ് മറ്റു സ്റ്റുഡൻസിനേക്കാളും ബ്രൈറ്റർ ആണ് എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പോൾ അതെങ്ങനെ പറയും? ആകാശ് ഈസ് ബ്രൈറ്റർ ദാൻ ഓൾ അതർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. നമുക്കറിയാം ഒരു സെൻറ്റൻസിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ ERഉം പ്ലസ് ദാനും നമ്മൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രൈറ്റസ്റ്റിൻ്റെ കമ്പാരിറ്റീവ് ബ്രൈറ്റർ ആകുകയും ദാൻ കൂടി ചേർക്കുമ്പോൾ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയായി മാറുകയും ചെയ്യും. ഇതേ സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം? പോസിറ്റീവ് ഡിഗ്രിയുടെ റൂൾ നമ്മൾ പഠിച്ചതാണ്. ബ്രൈറ്ററിൻ്റെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് ബ്രൈറ്റ് ആകുന്നു. മാത്രമല്ല പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ ആസ് ബ്രൈറ്റേഴ്സ്, കാരണം ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ ആസ് ബ്രൈറ്റേഴ്സ് എന്ന് ഇതിലേക്ക് നമ്മൾ മാറ്റുന്നു. ഇതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ആകാശിനോളം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ആ ക്ലാസ്സിലില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മളതെങ്ങനെ പറയും? നോ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് ബ്രൈറ്റ് ആസ് ആകാശ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി. നോ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് ബ്രൈറ്റ് ആസ് ആകാശ്. സെക്കൻഡ് എക്സസൈസ്, കോവളം ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ച് ഐ ഹാവ് സീൻ. സെൻറ്റൻസിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി സെൻറ്റൻസ് ആണ്. കാരണം ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് തന്നതുകൊണ്ട് തന്നെ ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിനി ഈ സെൻറ്റൻസിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നതിന് പകരം കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ എന്തായി മാറും? അത് മോർ ബ്യൂട്ടിഫുൾ എന്നായി മാറും. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ കോവളം ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ ബീച്ച് ഐ ഹാവ് സീൻ. കോവളം ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ ബീച്ച് ഐ ഹാവ് സീൻ. ഇനി ഇതേ സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റും? എങ്ങനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമെന്ന് നോക്കാം. നോ അതർ ബീച്ച് ഐ ഹാവ് സീൻ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് കോവളം. ഇതാണ് ഈ സെൻറ്റൻസിൻ്റെ പോസിറ്റീവ് ഡിഗ്രി. എക്സസൈസ് നമ്പർ 3, നോ സിംഗർ ഇൻ ദ ബാൻഡ് ഈസ് ആസ് ഗുഡ് ആസ് ഷാരിക. ഇത് പോസിറ്റീവ് ഡിഗ്രി സെൻറ്റൻസ് ആണ്. ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി നോക്കും. ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? ബെറ്റർ. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയായി മാറും? ഷാരിക ഈസ് ബെറ്റർ ദാൻ ഓൾ ദ അതർ സിംഗേഴ്സ് ഇൻ ദ ബാൻഡ്. അതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഇനി ഇതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബെസ്റ്റ് ആണല്ലോ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഷാരിക ഈസ് ദ ബെസ്റ്റ് സിംഗർ ഇൻ ദ ബാൻഡ്. ഇതാണ് ഈ സെൻറ്റൻസിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. എക്സസൈസ് നമ്പർ 4, അഞ്ജു ഈസ് നോട്ട് സോ വൈസ് ആസ് മീനു.
ഇതെന്ത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്? ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? മാത്രമല്ല ഇതൊരു പോസിറ്റീവ് ഡിഗ്രി സെൻറ്റൻസ് ആണ്. അഞ്ജു ഈസ് നോട്ട് സോ വൈസ് ആസ് മീനു. അഞ്ജു മീനുവിൻ്റെ അത്ര വയസ്സല്ല എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരം എഴുതുമ്പോഴും അർത്ഥം മാറാതെ വേണം നമ്മൾ അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ. അഞ്ജു മീനുവിൻ്റെ അത്ര വയസ്സല്ല. അപ്പോൾ നമുക്കതെങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം? ഇതൊരിക്കലും ഈ സെൻറ്റൻസിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം ഇതിൽ ബെസ്റ്റ് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം? മീനു ഈസ് വൈസർ ദാൻ അഞ്ജു. മീനു ഈസ് വൈസർ ദാൻ അഞ്ജു. മീനു അഞ്ജുവിനേക്കാളും വൈസറാണ്. അപ്പോൾ നമ്മൾ ER ഉപയോഗിച്ചും ദാൻ ഉപയോഗിച്ചുകൊണ്ടും ഈ സെൻറ്റൻസിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റി. എന്നാൽ അർത്ഥത്തിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. അഞ്ജു മീനുവിൻ്റെ അത്ര വൈസറല്ല എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോൾ നമ്മൾ മീനു അഞ്ജുവിനേക്കാളും വൈസറാണ് എന്ന് ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് നമ്മൾ മാറി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നെഗറ്റീവ് സെൻറ്റൻസിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുന്നത്. എക്സസൈസ് നമ്പർ 5. Thagazhi was one of the most popular authors in Kerala. Thagazhi was one of the most popular authors in Kerala. ചോദ്യം ഇതാണ്, കേരളത്തിലെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഓതേഴ്സിൽ ഒരാൾ തകഴിയാണ്. അതായത് തകഴിയാണ് ബെസ്റ്റ് ഓതർ, പോപ്പുലർ ഓതർ ഓഫ് കേരള എന്ന് പറയുന്നില്ല. പകരം എന്താണ് പറയുന്നത്? തകഴി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഓതേഴ്സ് ഇൻ കേരള. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാൾ തകഴിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതെന്ത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്? ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി സെൻറ്റൻസ് ആണ് അല്ലേ? കാരണം വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മോസ്റ്റ് പോപ്പുലർ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി സെൻറ്റൻസ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇനി ഈ സെൻറ്റൻസിനെ എങ്ങനെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം? തകഴി വാസ് മോർ പോപ്പുലർ ദാൻ മോസ്റ്റ് അതർ ഓതേഴ്സ് ഇൻ കേരള. അതായത് തകഴി വാസ് മോർ പോപ്പുലർ ദാൻ മോസ്റ്റ് അതർ ഓതേഴ്സ് ഇൻ കേരള. മറ്റ് ഓതേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ തകഴി മോർ പോപ്പുലർ ആണ്. പോപ്പുലർ എന്നാണ് നമ്മൾ നേരത്തെ മോസ്റ്റ് പോപ്പുലർ എന്നാണ് പറഞ്ഞത്. മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ മോസ്റ്റ് പോപ്പുലർ ആയിരുന്നു, അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളത് കമ്പാരിറ്റീവിലോട്ട് മാറ്റുമ്പോൾ മോസ്റ്റ് എന്തായി മാറും? മോറായി മാറും. അപ്പോൾ അതെങ്ങനെ മാറ്റാം? തകഴി വാസ് മോർ പോപ്പുലർ ദാൻ. കമ്പാരിറ്റീവിൽ നമ്മൾ മോറും ദാനും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തകഴി വാസ് മോർ പോപ്പുലർ ദാൻ മോസ്റ്റ് അതർ ഓതേഴ്സ് ഇൻ കേരള. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വൺ ഓഫ് ദ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ മോസ്റ്റ് അതർ അല്ലെങ്കിൽ മോസ്റ്റ് അതർ എന്നതിലേക്ക് അത് മാറും. അതുകൊണ്ടാണ് ഇവിടെ സൂപ്പർലേറ്റീവിൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് കമ്പാരിറ്റീവിലേക്ക് ആയപ്പോൾ തകഴി വാസ് മോർ പോപ്പുലർ ദാൻ മോസ്റ്റ് അതർ ഓതേഴ്സ് ഇൻ കേരള എന്നതിലേക്ക് മാറിയത്. ഇനി നമുക്ക് ഈ സെൻറ്റൻസിനെ എങ്ങനെ പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാമെന്ന് നോക്കാം. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് സാധാരണഗതിയിൽ നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണ്? നോ അതർ ഓതർ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോൾ അർത്ഥം മാറില്ലേ? അങ്ങനെ വരുമ്പോൾ തകഴിയോളം പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു ഓതർ ഇവിടെ ഇല്ല എന്നല്ലേ വരുള്ളൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ എന്നുള്ളതാണ്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡിഗ്രിയിൽ ഒരിക്കലും നോ അതർ ഉപയോഗിക്കില്ല. പകരം ഉപയോഗിക്കുന്നത് എന്താണ്? വെരി ഫ്യൂ. എന്താണ് ഉപയോഗിക്കുന്നത്? വെരി ഫ്യൂ. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വൺ ഓഫ് ദ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് അത് ചേഞ്ച് ചെയ്യുമ്പോൾ നോ അതർ ചേർക്കില്ല. പകരം വെരി ഫ്യൂ ഓതേഴ്സ് ഇൻ കേരള വെയർ ആസ് പോപ്പുലർ ആസ് തകഴി. അത് നമുക്കറിയാം. പോപ്പുലറിൻ്റെ മോസ്റ്റ് പോപ്പുലർ, മോർ പോപ്പുലർ, അത് പോസിറ്റീവ് ആകുമ്പോൾ പോപ്പുലർ ആകും. ഫ്രണ്ടിലും പോപ്പുലറിൻ്റെ മുമ്പും പിൻപും നമ്മൾ എന്ത് ചേർക്കും? ആസ് ചേർക്കും. അപ്പോൾ ആസ് പോപ്പുലർ ആസ് ആയി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സെൻറ്റൻസ് എന്തായി മാറുന്നു? വെരി ഫ്യൂ ഓതേഴ്സ് ഇൻ കേരള വെയർ ആസ് പോപ്പുലർ ആസ് തകഴി. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു റൂൾ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ മറ്റൊരു റൂളാണിത്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വൺ ഓഫ് ദ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ നോ അതർ അല്ല ചേർക്കുന്നത്, പകരം വെരി ഫ്യൂ ആണ് ചേർക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു റൂളാണ്.
ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസനുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സസൈസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ചെയ്തു നോക്കുക. തന്നിരിക്കുന്നത് ഏത് ഡിഗ്രിയിലാണോ അതിൻ്റെ വേറെ ഡിഗ്രിയിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കുക. തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് കമ്പാരിറ്റീവിലോ സൂപ്പർലേറ്റീവിലോ, തന്നിരിക്കുന്നത് സൂപ്പർലേറ്റീവിലാണെങ്കിൽ പോസിറ്റീവിലോ കമ്പാരിറ്റീവിലോ, തന്നിരിക്കുന്നത് പോസിറ്റീവിലാണെങ്കിൽ കമ്പാരിറ്റീവിലോ സൂപ്പർലേറ്റീവിലോ ആക്കി മാറ്റുക. അപ്പോൾ എല്ലാവരും എക്സസൈസ് ചെയ്തു നോക്കണം.